എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടോപ്പ് സീക്രട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസേഴ്സ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഫോണിൽ ലോക്ക് ഇട്ട് വെക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഏതെങ്കിലും പാർട്ടിയാണോ അതായത് പിന്നോ ഏതെങ്കിലും പാസ്വേഡ് യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഡേറ്റാസ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്ക് ഇട്ട് വെക്കാറുണ്ട്. പക്ഷേ നമുക്ക് ഏതൊരു സിറ്റുവേഷൻ നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ ലോകം നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഫുള്ള് റീസെറ്റ് ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ ഫോൺ ഡേറ്റ ഫുള്ള് പോകും. അങ്ങനെ റീസെറ്റ് ചെയ്യാൻ മാത്രമേ നമ്മുടെ ഫോൺ പിന്നെ അൺലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡേറ്റാസ് ഒന്നും ഇറേസ് ചെയ്യാതെ നിങ്ങളുടെ ഫോൺ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിപ്പോൾ കുറേ യൂട്യൂബിൽ കുറേ വീഡിയോസ് കണ്ടു കാണാം, എങ്ങനെ ഡേറ്റ പോകാതെ ഇറേസ് ചെയ്യാമെന്ന് കുറേ വീഡിയോസ് കണ്ടു കാണാം. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വെറൈറ്റി രീതിയാണ് ഞാൻ ഇന്നത്തെ ഈ ട്രിക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നത് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത കാരണം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഇന്തോനേഷ്യൻ ഗെയിമിൽ പബ്ജിയിൽ നിങ്ങൾക്ക് റാൻഡമായിട്ട് കിട്ടി, അതിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വ്യൂസും റീച്ചും ഇതുവരെ ഞങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്ത ഏറ്റവും നല്ലൊരു റെസ്പോൺസും റിവ്യൂസും കിട്ടിയൊരു വീഡിയോ ആണ്. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ ലിങ്ക് വരും. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കാണുക. എന്നിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഫോൺ അൺലോക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതെങ്ങനെ അൺലോക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ ഓൾറെഡി ലോക്കാണ്. അപ്പം എൻ്റെ ഫോൺ ഇവിടെ ലോക്കായിട്ടിരിക്കുക. അപ്പം നമുക്കിതെങ്ങനെ അൺലോക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ ഞാൻ കുറേ വീഡിയോസും പറഞ്ഞിട്ടുണ്ട് TWRPയുടെ കാര്യം. അപ്പോൾ അത് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് ഇങ്ങനെയൊരു ട്രിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു പാടുമില്ല. നിങ്ങളുടെ ഫോൺ ഇപ്പം ലോക്കായി ഇരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളിത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വോളിയം അപ്പ് ബട്ടണും പവർ ബട്ടണും കൂടെ ലോങ് പ്രസ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് TWRP ബൂട്ടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ TWRP ബൂട്ടായി വന്നിട്ടുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യട്ടെ, ക്യാൻസൽ ചെയ്യുക. അപ്പം TWRP വന്നു കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റിങ്സ് ഉണ്ടല്ലേ, ഈ സെറ്റിങ്സെ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് അല്ല, അഡ്വാൻസ് എന്ന ഓപ്ഷൻ കണ്ടില്ലേ ഇവിടെ താഴെയായിട്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫയൽ മാനേജർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആണിതാണ്, കണ്ടോ ഡേറ്റ ഉണ്ടോ, ഇതാണ് ഡേറ്റ എന്ന് പറഞ്ഞ ഫോൾഡർ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് സിസ്റ്റം എന്ന് പറഞ്ഞൊരു ഫോൾഡർ കാണാൻ സാധിക്കും. സിസ്റ്റം നോക്കട്ടെ, ഇതുണ്ടോ സിസ്റ്റം കണ്ടോ, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോകുമ്പോഴത്തേന് ഉണ്ടോ ലോക്ക് സെറ്റിങ്സ് .db എന്ന് പറഞ്ഞൊരു ഫയൽ കണ്ടില്ലേ, കണ്ടോ ഈ ഫയൽ. ആ ഫയൽ നൈസായിട്ടങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ ഡിലീറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, ഉണ്ടോ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലാഷ് ചെയ്ത് കഴിയുമ്പത്തേന് ഉണ്ടോ അപ്പോൾ ഫ്ലാഷ് ചെയ്യുമ്പോൾ ഒന്ന് ഡിലീറ്റ് ആകും. സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റീബൂട്ട് ചെയ്ത് നോക്കാം, എന്ത് സംഭവിക്കും നോക്കാം. കണ്ടോ നമ്മുടെ ഫോൺ ബൂട്ടായി വന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ ഇവിടെ ആരോ കണ്ടു, നമ്മുടെ ഫോണ് അൺലോക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ഡേറ്റാസ് ഒന്നും പോയിട്ടില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ നമ്മുടെ ഫോൺ ഇവിടെ പക്കയായിട്ട് അൺലോക്ക് ആയിട്ടുണ്ട്. നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളും ഒന്നും പോയിട്ടില്ല, അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാൾ ചെയ്ത പിക്സൽ എക്സ്പീരിയൻസ് റോം ആയതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ആപ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. അപ്പം ഈ ട്രിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവിടെ നമ്മുടെ ഡേറ്റാസും കാര്യങ്ങളൊന്നും പോട്ടെ, എല്ലാം അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.